എന്നെയും മാളവികയും പോലീസ് പിടിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന കുറ്റം. ജിത്തുഭായ്, ഇനി എന്ത് ചെയ്യും? നിങ്ങളെല്ലാരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ കേസുകളും പിൻവലിക്കാന്നാ പറയുന്നത്. വീട്ടിലേക്ക് മടങ്ങുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോളൂ. എന്നെ പോലീസ് ഏത് നിമിഷം അറസ്റ്റ് ചെയ്തേക്കാം. ജിത്തുഭായ്, നിങ്ങളില്ലാതെ ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. ജിത്തുഭായ് പ്ലീസ്, ഞങ്ങളെ പെരുവഴിയിലാക്കരുത്. നോക്ക്, പോലീസ് എന്റെ പുറകെ തന്നെ ഉണ്ട്. ഐ ആം ഹെൽപ്ലെസ്. തിരിച്ചു വീട്ടിൽ ചെന്നാൽ അച്ഛൻ ഉപദ്രവിക്കോ? ഒരിക്കലുമില്ല. അവർ എല്ലാവരെയും ഞാൻ ഉപദേശിക്കാം. ഇപ്പോൾ തന്നെ മാളവികയുടെ വിവാഹത്തിൽ നിന്നും അവർ പിന്മാറി. അതല്ല, പഴയതെല്ലാം ഇനി അവർ ആവർത്തിച്ചാൽ നമ്മൾ വീണ്ടും ഒളിച്ചോടും. ഒരിക്കലും തിരിച്ചു വരാത്തൊരു ഒളിച്ചോട്ടം. നമ്മളുടെ മക്കളാണ്, നമ്മളുടെ അധികാരപരിധിയിലുള്ളവരാണ്, നമ്മളെ അനുസരിക്കണം എന്നൊക്കെ പറയുമ്പോ നാം ഒരു കാര്യം മനസ്സിലാക്കണം. അവരെല്ലാം സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ദാറ്റ് ഈസ്, അവർക്ക് അവരുടേതായ വികാരവും വിചാരവും ചിന്തയും ഒക്കെയുണ്ട്. അതുകൊണ്ട് അവരെ കയറൂരിവിടണം എന്നാണോ ജിത്തുഭായ് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ആഴ്ചയിലെ 7 ദിവസവും കോളേജ്, എൻട്രൻസ് കോച്ചിങ്, ഹോം ട്യൂഷൻ, ഇങ്ങനെ ഓടി നടന്ന് അവർ തളരുന്നു. ഓരോ മാസവും ഓരോ പ്രൊജക്ട് ചെയ്യേണ്ടി വരുന്നു. ഇതിനിടയിൽ അവർ ഒരു അല്പ സ്നേഹം അച്ഛനമ്മമാരിൽ നിന്നും ആഗ്രഹിക്കുന്നു, വാത്സല്യം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ എന്താ മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല എന്നാണോ പറയുന്നത്? സ്നേഹം എന്നത് അകത്ത് വെച്ച് അടച്ചുപൂട്ടി വെക്കാനുള്ളതല്ല, അത് പുറത്ത് കാണിക്കാനുള്ളതാണ്. വീട്ടിൽ നിന്നും സ്നേഹം കിട്ടാതെ വരുമ്പോഴാണ് അവർ പുറമേ നിന്നും അത് തേടുന്നത്. പലപ്പോഴും അതിലൂടെ അവർ ചതിക്കപ്പെടുകയും ചെയ്യുന്നു. നിന്നെ പോലെ സുഹൃത്ത് എന്ന് പറയപ്പെടുന്നവർ മാത്രമേ സ്നേഹം നൽകുന്നുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അവകാശപ്പെടാൻ മാത്രം കഴിയുന്ന രക്തബന്ധങ്ങളെക്കാൾ എത്ര വലുതാണ് സ്നേഹിക്കപ്പെടാൻ മാത്രം കഴിയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. ഹൃദയത്തിലേക്ക് ഒരിക്കൽ കടന്നു വരുന്ന സുഹൃത്ത് ജീവിതകാലം മുഴുവൻ അവിടെ തങ്ങി നിൽക്കുന്നു. അതാണ് സുഹൃത്ത് ബന്ധം. എന്റെ മക്കൾ വഴിതെറ്റിപ്പോകരുതെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നത്. മക്കളെ കാര്യത്തിൽ നമ്മൾ കെയർ കാണിക്കണം എന്ന് കരുതി അവരെ പട്ടാള ചിട്ടയിൽ വളർത്തിയാലുണ്ടല്ലോ, പണിപ്പാളും. അവരെല്ലാം എന്റെ കൂടെ വന്നുകൊണ്ട് ദേഹത്തിൽ ഒരു പൊടി പോലും ഏൽക്കാതെ ഞാൻ തിരിച്ചെത്തിച്ചു. അല്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്ക്. ജിത്തുഭായ്, നിന്നെ ഞാൻ എന്റെ സ്വന്തം മകനെന്ന നിലയിൽ കണ്ടുകൊണ്ട് ഒരു രഹസ്യം പറയുകയാണ്. നീ ഒരിക്കലും അവരോട് പറയരുത്. എന്ത് രഹസ്യം? അവരുടെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചു എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്നാൽ സത്യം അതല്ല. ഞാൻ വളരെ സോഷ്യലായ ഒരു വ്യക്തിയായിരുന്നു. എനിക്കൊരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ സ്ഥിരമായി എന്റെ വീട്ടിൽ വരികയും ചെയ്യുമായിരുന്നു. എന്നിട്ട് അവരിൽ ഒരാളോടൊപ്പം എന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഈ സംഭവത്തിന് ശേഷം എനിക്ക് ആരെയും വിശ്വാസമില്ലാതായിപ്പോയി. ഐ ആം സോറി. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അച്ഛൻ എത്രയും പെട്ടെന്ന് മക്കളോട് ഈ സത്യം പറയണം. അതിലൂടെ അവർക്ക് അച്ഛനെ കൂടുതലായി മനസ്സിലാക്കുവാനും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ സാധിക്കും. മക്കൾക്ക് അത് വിഷമമാകില്ലേ? സാരമില്ല. മറ്റൊരാൾ പറഞ്ഞ് അവരെ അറിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭംഗി അച്ഛനായിട്ട് പറയുന്നതാണ്. യു ആർ കറക്റ്റ്. എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകും. താങ്ക് യു ബൈ.